മെഡിറ്റേഷൻ പുറത്ത് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇന്ന് മൺഡേ ആണ്. ആസ് യൂഷ്വൽ നമുക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ ഡേ ആണ്. സോ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടേബിൾ ടോക്ക് ആൻഡ് ബി മാജിക് ഫൗണ്ടറും അതുപോലെ തന്നെ ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആയിട്ടുള്ള സൈഫ് ആലപ്പുഴ സാറെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സോ പ്ലീസ് വെൽക്കം. താങ്ക് യു രചന. മാജിക് മോർണിംഗ് ടു ഓൾ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ഇലക്ട്രിസിറ്റി രാവിലെ തന്നെ ഡാൻസുമായിട്ടാണ് നമ്മളെ എന്ത് ചെയ്തത്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇലക്ട്രിസിറ്റി ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫേസിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിലപ്പോൾ ഒരു ഡാർക്ക്നെസ്സോ അല്ലെങ്കിൽ ഒരു മിന്നലൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതിനെന്ത് ചെയ്യാം, ഡാൻസ് ആണെന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങൾ അങ്ങനെ കാണുക. ഓക്കെ, ഒരു DJ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനെ മാറ്റാം, DJ ക്ലാസ് ആക്കിയിട്ട് മാറ്റാം. സോ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ക്ലാസ്, ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള വാക്ക് കേട്ട ആളുകൾ വൈ എന്നുള്ളതും കേൾക്കാത്ത ആളുകൾ എണ്ണെന്ന് കമന്റ് ചെയ്യാം. ഇതുവരെ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം, അറിയുന്ന ആളുകൾക്ക് വൈ എന്ന് കമന്റ് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള കാര്യം പോലും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നോ എന്ന് കമന്റ് ചെയ്യാം. നസീറക്ക് അറിയാം, വേറെ സുലേഹ, ബി, ബഷീർ ക, നിഷ, ഷാമിനി, ഓക്കെ, എല്ലാവർക്കും അറിയാം. ഓക്കെ, എന്നാ പിന്നെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും അറിയാമെങ്കിൽ നമുക്ക് പിന്നെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. സോ നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ള കാര്യം എന്തല്ല ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തല്ല ലോ ഓഫ് അട്രാക്ഷൻ. ഓക്കെ, അപ്പൊ എന്തല്ല എന്ന് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ആദ്യം ആരെങ്കിലും ഒന്ന് വന്നിട്ട് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം. നമുക്ക് എന്തല്ല ലോ ഓഫ് അട്രാക്ഷൻ എന്നതിലേക്ക് എന്ത് ചെയ്യാം, പോവാം. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്? ലോ ഓഫ് അട്രാക്ഷൻ ആരാണ് പറയാം? ആർക്കും പറയാം? വാട്ട് ഈസ് ലോ ഓഫ് അട്രാക്ഷൻ? നമ്മളൊരു കാര്യം അദമ്യമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് അത് നമുക്ക് തരും എന്നുള്ള വിശ്വാസം. നമ്മളൊരു കാര്യം അത്രയും തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമുക്ക് തരുമെന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു തിയറി, അതിനാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കുന്നുള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ബഷീർക്ക് പറഞ്ഞ സാധനം തന്നെയാണ്. പോസിറ്റീവ് ഓർ നെഗറ്റീവ് തോട്ട്സ് ബ്രിങ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇൻ ടു എ പേഴ്സൺസ് ലൈഫ്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഇറ്റ്സ് നോട്ട് എ റോക്കറ്റ് സയൻസ്. നിങ്ങൾ മൂഡ് നല്ല മൂഡാണെങ്കിൽ നല്ല കാര്യങ്ങൾ നിങ്ങളേക്ക് അട്രാക്ട് ചെയ്യും. നിങ്ങളുടെ മൂഡ് നല്ല മൂഡില്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യും. എന്താണ് സാറിന്റെ വീഡിയോ സ്റ്റക്ക് ആയിട്ടുണ്ട്. വീഡിയോ സ്റ്റക്ക് ആയോ? യെസ് സർ. എന്നെ കാണാൻ പറ്റുന്നില്ലാണോ? സാറ് ഒരേ സ്ഥലത്തായിരിക്കുന്നത്, മൂവ് ആവുന്നില്ല. പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? പ്രസന്റേഷൻ അവൈലബിൾ ആണ്. പ്രസന്റേഷൻ കാണാൻ, എന്നെ കാണാൻ പറ്റുന്നില്ല. ഇല്ല. ഓക്കെ, ശരി. എനിക്കിവിടെ നെറ്റിന്റെ ചെറിയൊരു വീഡിയോ ഓഫ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഓഫ് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പിന്നെ എന്റെ പ്രസന്റേഷനൊക്കെ കാണാനും അല്ലെങ്കിൽ കേൾക്കാനും പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹാപ്പിനെസ് ഫോക്കസ് ചെയ്താൽ ഹാപ്പിനെസ് അട്രാക്ട് ചെയ്യും, ലവ് ഫോക്കസ് ചെയ്ത് ലവ് അട്രാക്ട് ചെയ്യും, സക്സസ് ഫോക്കസ് ചെയ്ത് സക്സസ് അട്രാക്ട് ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ ബഷീർക്ക് പറഞ്ഞതുപോലെ നമ്മൾ അത്ര തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് വരിക എന്നതാണ്. ശരിക്ക് അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ നമുക്ക് എന്തൊക്കെയല്ല ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളൊരു ചാപ്റ്റർ ആണ് പറയുന്നത്. ഓക്കെ,
ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് നോട്ട് എ മാജിക് പിൽ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരു ഗുളികയല്ല. അതിന് എന്തൊക്കെ ആവശ്യമുണ്ട്? ഇറ്റ്സ് നോട്ട് അബൌട്ട് വിഷിംഗ് സംതിങ് ഇൻ ടു എക്സിസ്റ്റിംഗ് ഓവർനൈറ്റ്. അതൊരു രാത്രി കൊണ്ട് നമ്മുടെ ജീവിതം ആകെ മാറ്റിമറിക്കുന്ന ഒരു പ്രക്രിയയല്ല. ചില ആളുകൾ സീക്രട്ട് ക്ലാസ് കേട്ട് കഴിഞ്ഞ ശേഷം വിഷൻ ബോർഡും ഗോൾ സെറ്റിംഗ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഇതാക്കും. ഇറ്റ്സ് റിക്വയർസ് ബിലീഫ്, ഫോക്കസ് ആൻഡ് ആക്ഷൻസ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെന്ന് സങ്കല്പിച്ചോളൂ. ഓക്കെ, അയാൾ എല്ലാ ദിവസവും ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ്. ഞാൻ PSC എക്സാമിനേഷൻസ് പോകുന്നത്, PSC എക്സാമിനേഷൻ എഴുതുന്നു, PSC എക്സാമിനേഷൻ ഹോൾ എത്തുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അതിന്റെ PSC എക്സാമിനേഷൻസിന്റെ റിസൾട്ട് വരുന്നു, എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നു. ഇതെല്ലാ ദിവസവും അയാൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അയാളത് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. എന്നതുകൊണ്ട് അയാൾക്ക് കിട്ടുമോ? PSC എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് പാസ്സാവോ അയാൾ? കിട്ടുമോ? നോ. അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് ഇങ്ങനെ ഇമ്പ്രൂവ് ആവുന്നതും, അയാൾ ഓടി വാങ്ങുന്നതും, ബെൻസ് വാങ്ങുന്നതും, അയാൾ നല്ല വീട്ടിലേക്ക് മാറുന്നതും, അയാളുടെ ബാങ്കിൽ കുറെ ബാലൻസ് ഉണ്ടാവുന്നതൊക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. കിട്ടുമോ? ഇല്ല. അതിന് എന്തൊക്കെ വേണം? ബിലീവ്, വിശ്വാസം വേണം, ഫോക്കസ് ആൻഡ് ആക്ഷൻസ് വേണം. വിശ്വാസം വേണം, ഫോക്കസ് ആൻഡ് ആക്ഷൻസ്. വിശ്വാസം മാത്രം പോരാ, ഫോക്കസ് ആൻഡ് ആക്ഷൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്കുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ട് ആക്ഷൻസ് ചെയ്തിരിക്കും. അല്ലാതെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ വെറുതെ വിഷ്വലൈസ് ചെയ്യുന്നത് സംഭവിക്കുന്ന കാര്യമല്ല. നിങ്ങളെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറെ കാലമായിട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. നേരത്തെ എഴുന്നേൽക്കാൻ തയ്യാറാവേണ്ടി വരും, എക്സസൈസ് ചെയ്യാൻ തയ്യാറാവേണ്ടി വരും, അതിന് അനലൈസിങ്ങിന് തയ്യാറാവേണ്ടി വരും. PSC അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ തയ്യാറാണ്. ആ സ്റ്റെപ്പുകൾ എടുക്കാനുള്ള വിശ്വാസവും അതിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉള്ള ഒരാൾക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ. അല്ലാതെ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, തീവ്രമായിട്ട് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ആഗ്രഹത്തിന്റെ കൂടെ നമുക്ക് അതിന്റെ ഫീലിങ്സ് കിട്ടണം. അപ്പൊ നമ്മൾ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, PSC എക്സാമിനേഷന് വേണ്ടി അയാൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ആ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ എല്ലാ ദിവസവും വിഷ്വലൈസിംഗ് കൂടെ ചെയ്യുകയാണെങ്കിൽ അയാൾ പ്രിപ്പയർ ചെയ്യാത്ത ഒരാൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഇതെല്ലാ ദിവസവും വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അയാൾക്ക് PSC എക്സാമിനേഷൻ കിട്ടുന്നു, PSCന്റെ ഹാളിൽ പോകുന്നതും എക്സാം എഴുതുന്നതും എല്ലാ ദിവസവും അയാൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. വേറൊരാളുണ്ട്, അയാൾ PSC എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് പേഴ്സണെയും കമ്പയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? PSC എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ആ പ്രിപ്പയർ ചെയ്ത മാത്രം ആൾക്ക് PSC എക്സാമിനേഷൻ ആദ്യം എഴുതുന്ന അല്ലെങ്കിൽ ആ പേപ്പർ കിട്ടുമ്പോൾ അയാളുടെ മെമ്മറി റീഡ് ചെയ്യുന്നത് എന്താണ്? ഇയാൾ PSC എക്സാമിനേഷൻസിന്റെ ആ എക്സാം അപ്പോൾ എഴുതുന്നതായിട്ടാണ്. മറ്റേ ആളുടെ മെമ്മറി എന്താ റീഡ് ചെയ്യുക? ഒരുപാട് തവണ PSC എക്സാമിനേഷൻ എഴുതിയ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി അവിടെ ഇരിക്കുന്നത് പോലെ അയാൾ റിലാക്സ്ഡ് ആയിരിക്കും, അയാൾക്ക് വളരെ കൂളായിട്ട് ഇരിക്കാൻ പറ്റും, അയാൾക്ക് വളരെ കൂളായിട്ട് അതിന്റെ കൂൾ ഓഫ് ടൈം ഉപയോഗിക്കാൻ പറ്റും, അയാൾ കൂടുതൽ റിലാക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അയാളുടെ റിസൾട്ടും കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് അതിന്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, PSC എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അയാൾ വിഷ്വലൈസ് ചെയ്തിട്ടില്ല. വേറെ ആൾ PSC എക്സാമിനേഷന് പ്രിപ്പയർ എല്ലാ ദിവസവും അങ്ങനെ കാണും. രാവിലെ ഞാൻ പോകുന്നത്, എന്റെ വണ്ടി സൈഡാക്കുന്നു, ഞാൻ PSC എക്സാമിനേഷനിൽ നിന്ന് ഹോളിൽ അയാൾ വരുന്നു, അപ്പൊ അയാളോട് ഞാൻ ചിരിക്കുന്നു, ഇത് ചെയ്യുന്നു, ഞാൻ എന്റെ കൂൾ ഓഫ് ടൈം ഉപയോഗിക്കുന്നു, ബാക്കി കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, എക്സാമിനേഷൻ എഴുതുന്നു, പാസ്സാവുന്നു. ഇയാളുടെ കോൺഫിഡൻസ്, ഇതിൽ ഏത് വ്യക്തിയുടെ കോൺഫിഡൻസിൽ അവരായിരിക്കും കൂടുക? ഒരാൾ രണ്ടുപേരും PSC എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. A എന്ന് പറയുന്ന വ്യക്തി PSC എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടേ ഉള്ളൂ. B എന്ന് പറയുന്ന വ്യക്തി പ്രിപ്പയറും ചെയ്തിട്ടുണ്ട്, എല്ലാ ദിവസവും അത് വിഷ്വലൈസും ചെയ്തിട്ടുണ്ട്, അത് അയാൾക്ക് കിട്ടി എന്നാൾ വിശ്വസിക്കുന്നുണ്ട്, ആ ജോലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയോ ആളുകൾ PSC എഴുതാൻ വരുന്നുണ്ട്, അതൊന്നും എന്നെ സംബന്ധിച്ച് വിഷയമല്ല, ഒരു സീറ്റ് എനിക്കുള്ളതാണെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് അയാൾ എക്സാം എഴുതാൻ പോകുന്നത്. A എന്നുള്ള ആളുടെ റിസൾട്ട് കൂടുതലുള്ളവർക്ക് A എന്ന് ടൈപ്പ് ചെയ്യാം, B എന്നുള്ള വ്യക്തിയുടെ റിസൾട്ടാണ് കൂടുതലുള്ളവർക്ക് B എന്ന് ടൈപ്പ് ചെയ്യാം. Just type in your comment box. ഓക്കെ, ഷാമിനി മാം പറയുന്നു B എന്നുള്ള പേഴ്സൺ ആണ്, ബഷീർ സാർ പറയുന്നു B എന്നുള്ള പേഴ്സൺ. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പൗലോ പോലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം നിറവേറ്റണമാണ് യൂണിവേഴ്സ് വിൽ കോൺസ്പയർ. യൂണിവേഴ്സ് എന്ത് ചെയ്യും? ഗൂഢാലോചന നടത്തുന്നുള്ളത്. യെസ്, ആ ഗൂഢാലോചന നടത്തുക എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ കാണിച്ചു തരുന്നതാണ്. ആ ഓപ്പർച്യൂണിറ്റീസ് അയാൾ ടേക്ക് ചെയ്യാൻ, അതിന് ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്ത് സംഭവിക്കില്ല? അയാൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കില്ല. ഇനി വേറെ ആളുടെ, ചില ആളുകൾ എന്ത് സംഭവിച്ചാലും പോസിറ്റീവ് തിങ്കിങ്, എന്താണ് അത് പോസിറ്റീവായിട്ട് എടുത്താൽ, അത് പോസിറ്റീവായിട്ട് എടുത്താൽ അല്ല,
പോസിറ്റീവ് തിങ്കിങ് എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ പോസിറ്റീവ് തിങ്കിങ്ങിന്റെ കൂടെ തന്നെ നിങ്ങളുടെ തോട്ടും ഇമോഷൻസ് ആൻഡ് ആക്ഷൻ 3 കാര്യങ്ങൾ ജോയിൻ ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബിലീവും ഫോക്കസും ആക്ഷൻ. ഇവിടെ പറയുന്നത് എന്താണ്? തോട്ട്, നമ്മളെ ചിന്തകളും ഇമോഷൻസ് ആൻഡ് ആക്ഷൻ നമ്മളെ ആഗ്രഹത്തിനനുസരിച്ചിട്ടാവണം. ഫോർ എക്സാമ്പിൾ, ഇതേ എക്സാമ്പിൾ എടുക്കുകയാണ്. ഇയാൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, PSC എക്സാമിനേഷൻസ് വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, PSC എക്സാമിന് പഠിക്കുന്നുണ്ട്. അതിന്റെ കൂടെ അയാൾക്ക് തന്നെ കിട്ടുമോ? 1.5 ലക്ഷം ആൾക്കാർ എഴുതുന്നുണ്ട്, ആകെ 20 സീറ്റാണുള്ളത്, കിട്ടുമോ? അയാളുടെ ഇമോഷൻസ് അയാൾക്ക് കിട്ടൂല എന്നുള്ള ഫീലിംഗിലേക്കാണെങ്കിൽ അയാൾക്ക് അത് കിട്ടാൻ പോകുന്നുണ്ട്. ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, ഇയാളെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, ആക്ഷനൊക്കെ എടുക്കുന്നുണ്ട്. പരീക്ഷ നോക്കല്ലേ, നടക്കുമായിരിക്കും. അങ്ങനെയാണ് അയാളുടെ ഇമോഷൻസ് വെച്ചെങ്കിൽ അയാൾ എന്ത് വിശ്വസിക്കണം? അയാൾക്ക് ജോലി കിട്ടിയ ആളെ പോലെ അയാൾക്ക് പെരുമാറാൻ സാധിക്കണം. എന്നതുപോലെ അയാളുടെ ബിസിനസ് ഇംപ്രൂവ് ആയ ആളെ പോലെ ശ്രമിക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നാണ്. റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നല്ല. PSC ഫസ്റ്റ് ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിർത്തുകയാണ്, ഇല്ല. അവിടെ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് കിട്ടിയിട്ടേ നിങ്ങൾ പിന്മാറുന്ന ഒരാൾക്ക് അത് കിട്ടുള്ളൂ. ഇഫ് യു ഹാവ് എ ബി പ്ലാൻ ദർ, ഇറ്റ് ഡസന്റ് വർക്ക്. ഇത് കിട്ടിയില്ലെങ്കിൽ അത് ചെയ്യാന്നാണെങ്കിൽ അത് കിട്ടൂല. ഇത് എനിക്ക് കിട്ടിയേ പറ്റൂ, ഐ വാണ്ട് ടു ബിക്കം ലൈക്ക് ദാറ്റ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ആഗ്രഹം അത്രയും തീവ്രമാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോകും. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പുരുഷന്മാരുണ്ടാവും. ഒരു പെണ്ണിനോട് ഇങ്ങനെ അവന് പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നുകയാണ്. ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, അതിൽ നിന്ന് ഏതോ ഒരു പെണ്ണിനോട് അട്രാക്ഷൻ തോന്നുകയാണ്. അവളെ സ്നേഹിക്കണം, അവളെന്റെ ഭാര്യയാക്കണം അട്രാക്ഷൻ തോന്നുന്നു. അല്ലെങ്കിൽ ഒരു പുരുഷനോട് അട്രാക്ഷൻ തോന്നുന്നതാണ്, എനിക്ക് ഇയാളെ ഹസ്ബൻഡായിട്ട് കിട്ടണം. അപ്പൊ ആ ആളുടെ മൈൻഡിൽ പിന്നെ ഈ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഈ ഒരു പുരുഷനായിരിക്കും ഉണ്ടാവുക. വേറെ ആരും അവരുടെ മൈൻഡിലേക്ക് അപ്പൊ ഹസ്ബൻഡോ പുരുഷനായിട്ട് വരും. വേറെ ആൾ അതിനെക്കാട്ട് ഡ്രസ്സുള്ള ഒരാൾ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ ഇയാളെ സാറ്റിസ്ഫൈഡ് ആണെന്നില്ല. എനിക്ക് ആ പേഴ്സണോടാണ് എന്തുള്ളത്? ഒരു ക്രഷ് ഉള്ളത്. നിങ്ങൾക്ക് അവിടെ B ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ആളെ കിട്ടണം. അവളെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, കിട്ടിയില്ലെങ്കിൽ അടുത്ത് നോക്കാന്നുള്ള ആളാണെങ്കിലോ 2 രീതിയിലുള്ള പ്രണയം ഉണ്ടാവും, അല്ലെ? നമ്മൾ ലൈല മജ്നുവിന്റെ പ്രണയത്തിന്റെ കാര്യം പറയുമ്പോൾ മജ്നുവിനോട് പറയുന്നുണ്ട്, കൈസിനോട് പറയുന്നുണ്ട്, കൈസ്, ഈ അറേബ്യൻ മരുഭൂമിയിൽ എത്രമാത്രം സുന്ദരികളുണ്ട്, ലൈല അത്ര സുന്ദരിയൊന്നുമല്ല, എന്തിനാണ് നിങ്ങൾ പിന്നെയും ഈ ലൈലയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? ഇപ്പൊ കൈസ് പറയുന്നുണ്ട്, ലൈലയുടെ സൗന്ദര്യം കാണണമെങ്കിൽ നിങ്ങൾ എന്റെ കണ്ണിലൂടെ ലൈലയെ കാണണം. എന്റെ കണ്ണിലൂടെ ലൈലയെ കാണാം. നിങ്ങളുടെ കണ്ണിലൂടെ ലൈലയെ കാണുമ്പോൾ ലൈലയ്ക്ക് സൗന്ദര്യം ഉണ്ടാവില്ല. കൈസിന്റെ കണ്ണിലൂടെയുള്ള ലൈലയ്ക്കാണ് സൗന്ദര്യം. എന്നത് പറഞ്ഞ പോലെ നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങൾക്കൊരു B ഓപ്ഷൻസ് ഉണ്ടോ? അലൈൻമെന്റ് റെഡി ആവില്ല. ഏത് അലൈൻമെന്റ്? ഇമോഷൻസും തോട്ടും കൂടെ കണക്റ്റഡ് ആവില്ല. രാവിലെ വിഷ്വലൈസ് ചെയ്തു, മെഡിറ്റേഷൻ കേട്ടു, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പൈസ നിങ്ങൾ ഉള്ളത് പോലെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പൊ ആളിങ്ങനെ കാണാണ് 60,000 മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇയാളിങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് EMI അടക്കുക, ഞാൻ ആ കട എങ്ങനെയാണ് വീട്ടുക, ഞാൻ ഈ കട എങ്ങനെയാണ് വീട്ടുക. നിങ്ങളെ ഇമോഷൻസ് എന്തിലേക്ക് പോയി? നിങ്ങളെ ഇമോഷൻസ് എങ്ങോട്ട് പോയി? ഇമോഷൻസ് എങ്ങോട്ട് പോയി? റോങ് ആയി പോയി. അപ്പൊ ഏതാണ് അട്രാക്ട് ചെയ്യുക? നിങ്ങൾ തോട്ടിനെക്കാളും പവർ ഏതിനുണ്ടാവും? ഇമോഷൻസ് ഉണ്ടാവും. തോട്ടിനെക്കാട്ടിലും പവർ ഇമോഷൻസിനാണുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ വാത്സല്യം അല്ലെങ്കിൽ ആകാശദൂത് എന്നൊക്കെ പറയുന്ന സിനിമ ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ ലൈഫിൽ ഞാൻ ഒരു സന്തോഷമുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാലും സങ്കടമുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാലും ഏതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരിക? സന്തോഷമുള്ള കാര്യമാണോ സങ്കടമുള്ള കാര്യമാണ്? ഏതാണ്? സാഡ് ആണോ ഹാപ്പി ആണോ പെട്ടെന്ന് ഓർമ്മ വരിക? സാഡ് ആണോ നമുക്ക് S എന്ന് ടൈപ്പ് ചെയ്യാം, ഹാപ്പി എന്നുള്ളവർക്ക് H എന്ന് ടൈപ്പ് ചെയ്യാം. ഏത് ഓർമ്മ വരിക? ആരും കമന്റ് ചെയ്യുന്നില്ലേ? അതെനിക്ക് കാണാനായിട്ടാണോ? ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, അഖില പറയുന്നു സാഡ്, അല്ലേ? ഇനി നമ്മളുടെ ലൈഫിൽ ശരിക്ക് സാഡ് കാര്യങ്ങളാണോ കൂടുതലുണ്ടായിട്ടുള്ളത്, ഹാപ്പിനെസ് ആണോ കൂടുതലുണ്ടായിട്ടുള്ളത്? ഹാപ്പിനെസ് ആണ് കൂടുതലുണ്ടായിട്ടുള്ളത്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക
നമ്മളെ ഇമോഷൻസ് കൂടുതൽ കണക്റ്റഡ് ആക്കിയിരിക്കുന്നത് ഏതിനാണോ അതിനാണ്. ചില ആളുടെ ഇമോഷൻസ് കൂടുതൽ കണക്ട് ആയിരിക്കുന്നത് ഏതിലേക്കായിരിക്കും? ഹാപ്പിനെസ്സിലേക്കായിരിക്കും. ചില ആളുകൾക്ക് കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്നത് ദുഃഖത്തിലേക്കായിരിക്കും. എവിടെയാണോ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഒക്കെ കൂടുതൽ കണക്റ്റഡ് ആയിരിക്കും അതിലേക്കായിരിക്കും. ആ ഇമോഷൻസ് കറക്റ്റ് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ എത്ര പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരില്ല. ഒക്കെ ശരിയാവുന്നില്ല, എനിക്ക് അത് കിട്ടുന്നില്ല. പിന്നെ ചില ആളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, ചില ആളുടെ പ്രശ്നങ്ങൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇത് പോസിറ്റീവ് തിങ്കിങ് മാത്രമല്ല, നിങ്ങൾക്ക് ഡിസയർ ഉണ്ടായിരിക്കണം. നോട്ട് സെൽഫിഷ് ഓർ സൂപ്പർഫിഷ്യൽ എന്ന് പറയുന്ന സാധനമാണ്. എല്ലാ ആളുകളും ഒരു ബെറ്റർ ലൈഫ് എപ്പോഴും ആഗ്രഹിക്കും, പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി എന്ന് മാത്രമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഒരു പൈസയിലേക്ക് മാത്രമാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിൻ വിൻ പോളിസി എന്ന് പറയുന്ന സംഭവമുണ്ട്. അല്ലെങ്കിൽ വിൻ 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 എന്ന് പറയും, വിൻ വിൻ പോളിസി അല്ലെങ്കിൽ വിൻ വിൻ പോളിസി എന്ന് പറയും. ഈ വിൻ വിൻ പോളിസി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമെന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഡിസൈർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്ക്, അല്ലെങ്കിൽ യൂണിവേഴ്സിലുള്ള വേറെ സൊസൈറ്റിയിലുള്ള വേറെ ആൾക്ക് എന്ത് ഉപകാരമാണുള്ളത്? നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ മാത്രം അട്രാക്ട് ചെയ്യുക എന്നുള്ളതല്ല. എനിക്ക് കാറ് വേണം, എനിക്ക് അതൊക്കെ വേണം. എന്തിനാ സ്ക്വയർ ഫീറ്റ് വീട്? എന്തിനാണ് നിങ്ങൾക്ക് അത്ര പൈസ? ഇതെല്ലാം നിങ്ങളുടെ ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ അതൊരു സെൽഫ് റെസ്പെക്റ്റിന്, സെൽഫ് വാല്യൂവിനാണ്. ഒരാൾ പ്രതീക്ഷിക്കുകയാണ് ഞാനൊരു ഓടി കാറ് മേടിക്കും, ഇറ്റ്സ് ഓക്കെ, ഫോർ വാട്ട്? എന്തിനാണ് ഓടി കാറ്? ആ ഓടി കാറിൽ പോകുമ്പോൾ എൻ്റെ സെൽഫ് വാല്യൂ കൂടും. എങ്ങനെയാണ് സെൽഫ് വാല്യൂ കൂടുക? ഞാനപ്പോൾ ഒരുപാട് നല്ല സൊസൈറ്റിയിൽ കുറച്ച് അറിയപ്പെടുന്ന ഒരാളായിരിക്കും. അത് കാരണം എനിക്ക് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും ഒരുപാട് ആളുകളെ എനിക്ക് ഫിനാൻഷ്യലി സഹായിക്കാനൊക്കെ പറ്റുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ട്. എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്ന അത്രയും നല്ല പീപ്പിൾസുമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ സെൽഫ് വാല്യൂ, എൻ്റെ സെൽഫ് ലവ്, എൻ്റെ സെൽഫ് വാല്യൂ കൂടുതലും വേണ്ടിയിട്ടാണ്. ആ സെൽഫ് വാല്യൂ കൂടുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് ആയിരിക്കാം? ഫോർ എക്സാമ്പിൾ, ഞാനെന്ന് പറയുന്ന വ്യക്തി നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് വളർന്നു വരികയാണ്. അപ്പൊ എന്റെ സെൽഫ് വാല്യൂ കൂടുന്നുണ്ട്, എന്റെ കമ്പനികൾ വലുതാവാണ്. ഇപ്പൊ എന്താ ഞാൻ നോക്കുന്ന സമയത്ത് കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഒരാൾ മൂന്ന് വാഹനം അപ്പൊ കല്ലേഴ്സിന്റെ പട്ടാഭിരാമ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനത്തെ ഈ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ആ MD-ക്ക് മാത്രമാണ് ഉപകാരം ഉണ്ടായിരിക്കുന്നത്? അതോ അയാൾ സർവീസ് ഉണ്ടായോ? സർവ്വ നിങ്ങൾക്ക് അണ്ടൂർ പറയാം. അയാൾ മറ്റൊരാൾക്ക് ഉപകാരം ഉണ്ടായിരുന്നാണെങ്കിൽ O എന്ന് ടൈപ്പ് ചെയ്യാം. കല്യാൺ ജ്വല്ലേഴ്സിന്റെ MD-ക്ക് മാത്രമാണ് ഇയാൾ റോൾസ് റോയ്സ് എടുത്തുകൊണ്ട് ഉപകാരം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളവർക്ക് K എന്ന് ടൈപ്പ് ചെയ്യാം. മറ്റാളുകൾക്ക് ഉപകാരം ഉണ്ടായിരുന്നവർക്ക് O എന്ന് ടൈപ്പ് ചെയ്യാം. കേൾക്കുന്നില്ലേ? ഹലോ, മണിസാർ പറയുന്ന മറ്റാൾക്ക് ഉപകാരം ഉണ്ടായി, ഷൈമിന മാം പറയുന്ന മറ്റാൾക്ക് ഉപകാരം ഉണ്ടായി. എങ്ങനെ മറ്റാൾക്ക് ഉപകാരം ഉണ്ടായിരിക്കുന്നത്? അയാളുടെ ബിസിനസ് വളരുന്നതിലൂടെയാണ് മറ്റാൾക്ക് ഉപകാരം ഉണ്ടായിരിക്കുന്നത്. അയാളുടെ ബിസിനസ് വളർന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരുപാട് ആളുകൾക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട്ലി ജോലി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ എന്താവണം? അത് നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രമാവരുത്. സ്വന്തം കാര്യങ്ങൾക്ക് അപ്പുറത്ത് നമ്മുടെ കൂടെയുള്ള ആളുടെ കാര്യത്തിനും കൂടെ വേണ്ടിയിട്ടാവണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്.
അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഞാൻ കാരണം നമ്മുടെയൊക്കെ ലൈഫ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നത്, നിങ്ങളുടെയും എൻ്റെ ഒക്കെ ലൈഫ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നതിനെ കണക്ട് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. മറ്റൊരു മനുഷ്യന്റെ അല്ലെങ്കിൽ മറ്റൊരു ജീവിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. മറ്റൊരു മനുഷ്യന്റെ അല്ലെങ്കിൽ മറ്റൊരു ജീവിയുടെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ഏതൊരു വ്യക്തിയാണെങ്കിലും, മണിസാറാണെങ്കിലും സുലേഹാബി ആണെങ്കിലും ഷൈമിന ആണെങ്കിലും വിൻസെന്റ് സാർ ആണെങ്കിലും ഒക്കെ നമ്മുടെ ഒക്കെ ലൈഫ് ഓഫ് പർപ്പസിന്റെ ഒരു ഘടകം എന്താണ്? മറ്റൊരാളുടെ ഉയർച്ച. ഞാൻ കാരണം എന്താണ് കൊടുക്കാൻ പറ്റുക? എനിക്ക് കുറച്ച് ക്ലാസ് ആയിരിക്കും കൊടുക്കാൻ പറ്റുക. ഒരു പക്ഷേ വേറൊരു പെയിന്റിങ്ങിന് പോകുന്ന ഒരാൾക്ക് അയാൾക്ക് സഹായിക്കാൻ പറ്റുന്നതാണ് വേറെ ആളുടെ വീട് മനോഹരമാക്കാനും അല്ലെങ്കിൽ വേറെ ആളുടെ ബിൽഡിംഗ് മനോഹരമാക്കാനായിരിക്കും അയാൾക്ക് സഹായിക്കാൻ സാധിക്കും. ഒരു ഡ്രൈവർക്ക് എന്താ സഹായിക്കുന്നത്? വേറെ അയാളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരുടെയും ലൈഫ് ഓഫ് പർപ്പസ് എന്താണ്? കോമൺ ആയിട്ട് മറ്റൊരാളുടെ സഹായിക്കുക എന്നുള്ളതായിരിക്കും. അപ്പം ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള അതിന്റെ കാര്യം. ഓക്കെ, 3 കാര്യങ്ങൾ. അതിന്റെ ടെക്നിക്സുകളാണ്, അത് നമ്മളല്ലാതെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ തോട്ടും നമ്മുടെ ഫീലിങ്സും കൂടെ കണക്ട് ആണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. തോട്ട്സും ഫീലിങ്സും രണ്ടാണെങ്കിൽ രണ്ടായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് എന്ന് പറഞ്ഞു. ഒരാൾ ഇങ്ങനെ രാവിലെ എന്ത് ചെയ്യുന്നുണ്ട്? വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അയാൾ രാവിലെ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് അയാൾ വലിയൊരു ബിസിനസ്സുകാരനാവുന്നതും അയാൾ വലിയൊരാളാവുന്നതൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അയാളുടെ ഫ്രണ്ട് ഇയാളിങ്ങനെ ജോലിക്ക് ഇറങ്ങാൻ വേണ്ടി വിളിക്കുക, ഏട്ടാ അന്ന് പോയാലോ, കൊടുക്കാണ്, അപ്പൊ ആ 2 പോയി അടിക്കാം. അയാൾ അതിന് പോവുകയാണെങ്കിൽ അതാണ് അയാളുടെ ലൈഫിലേക്ക് വരിക. അല്ലെങ്കിൽ ഇയാൾ ഇതൊക്കെ വിഷ്വലൈസ് ചെയ്ത് ഇയാൾ ഇങ്ങനെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇയാൾക്കാണ് തോന്നുന്നത് നല്ല ഉറക്കം ഉറങ്ങിയേക്കാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഉദ്ദേശിക്കുന്ന ആള് എങ്ങനെയാണോ പെരുമാറുന്നത്, അതായിക്കഴിഞ്ഞ ആൾ എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെ നിങ്ങൾക്ക് പെരുമാറാൻ പറ്റുന്നുണ്ടെന്നാണ്. നിങ്ങൾ ആകമാനം ആഗ്രഹിക്കുന്ന വ്യക്തി അയാൾ ആയിക്കഴിഞ്ഞാൽ എന്താണോ എങ്ങനെയാണോ പെരുമാറുക അങ്ങനെ നിങ്ങൾക്ക് പെരുമാറാൻ പറ്റണം. അപ്പോഴാണ് എന്ത് ചെയ്യുക, ആ തോട്ടും ആ കാര്യങ്ങളും റെഡിയാകും. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പറയാം. ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, പക്ഷെ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമല്ല, നമ്മൾ 2 കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ഷൻ ഈസ് ദ കീ ടു സക്സസ്. ആക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ഷൻസും തോട്ടും നമ്മുടെ ഇമോഷനും ഒരേപോലെ വരണം. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷ്വലൈസേഷൻസ് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ആ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആ വീടിനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുക. അപ്പൊ അവിടുത്തെ ഫീൽ ചെയ്യാൻ സാധിക്കാനുള്ള സ്മെല്ല് ഉണ്ടെങ്കിൽ സ്മെല്ല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സ്മെല്ല് കിട്ടണം. ആ കാണാൻ പറ്റണം, ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റണം, ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ഫീലിങ്സ് കിട്ടണം, ടേസ്റ്റ് കിട്ടണം. നിങ്ങൾ 5 ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്യും ഫീൽ ചെയ്യാന്ന് പറയുമ്പോൾ. ഇപ്പൊ ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടക്കുക. ക്ലോസ് യുവർ ഐസ്. എല്ലാവരും ഒന്ന് കണ്ണടക്കണം. കണ്ണടച്ചതിന് ശേഷം നിങ്ങളിങ്ങനെ നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഒരു ബിരിയാണി ഫീൽ ചെയ്യുക. ഒരു ബിരിയാണി ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നല്ലൊരു ഒരു പ്ലേറ്റിൽ, ഒരു വൈറ്റ് പ്ലേറ്റിൽ ഒരു സെറാമിക് പ്ലേറ്റ് നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിൻ്റെ അപ്പുറത്ത് സെറാമിക്കിന്റെ തന്നെ ഒരു ബൗളും ഉണ്ട്. ആ ബൗളിൽ ഇങ്ങനെ സ്പൂൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലിങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബിരിയാണിയുടെ ആവി ഇങ്ങനെ പറക്കുന്നത് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ സ്മെല്ല് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ആ ബിരിയാണിയുടെ സ്മെല്ല് ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ആ ഒരു സ്പൂൺ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതിന്റെ സൗണ്ട്, ഇത് എടുത്തുമ്പോൾ സൗണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആ ബിരിയാണി സ്പൂൺ കൊണ്ട് ഇങ്ങനെ നിങ്ങൾ ആ ബിരിയാണി അതിലേക്ക് ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇട്ടു. പിന്നെയും ടേബിൾ വെച്ചപ്പോൾ ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് ആ ബിരിയാണി ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വായിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വായിൽ വെച്ച സമയത്ത് അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ടേസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ നോമ്പൊന്നും ആരും മുറിക്കണ്ട. ഫീൽ കിട്ടിയോ? ഇതേപോലെ നിങ്ങളുടെ ഓരോ ഇമോഷൻസ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്യണം. അത്രയും കൃത്യമായിട്ട് കാണാൻ സാധിക്കണം. ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ 2-3 എക്സാമ്പിൾ പറഞ്ഞുതരാം. ബിരിയാണിയിൽ ഇപ്പം എന്താ സംഭവിച്ചതില്ല. മണിസാർ ബിരിയാണി കണ്ടോ? കണ്ടോ മണിസാർ? എവിടുന്നാണ് നിങ്ങൾ ബിരിയാണി കഴിച്ചത്? നിങ്ങളെ വീട്ടിൽ നിന്നാണോ ഹോട്ടലിൽ നിന്നാണോ? എവിടുന്നാണ്? ഞാൻ പാരഗൺ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. മണിസാർ, ഞാൻ പാരഗൺ ഹോട്ടൽ എന്ന് പറഞ്ഞില്ല. മണിസാർ പാരഗൺ ഹോട്ടലിലെ ബിരിയാണിയാണ് ഫീൽ ചെയ്തത്. അതാണ് ചെയ്തത്. ആ ഒരു ടേസ്റ്റ് ആണ് മണിസാർ കാണുന്നത്. സുലേഹാബി എവിടുന്ന ബിരിയാണി കഴിച്ചത്?
ഞാനിവിടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് പുറത്തൊരു കടയുണ്ട്. ടേസ്റ്റി ഫുഡ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള പുറത്തൊരു കടയിൽ നിന്നാണ് സുലേഹാബി കഴിച്ചത്. ഞാനിത് ബിരിയാണി കഴിച്ചത് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ടേസ്റ്റുള്ള ബിരിയാണി ഉണ്ട്. നല്ല വെന്തങ്ങനെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു ബീഫിന്റെ ബിരിയാണി. ഇതിങ്ങനെ ഇട്ടുമ്പോൾ തന്നെ ഒരു സ്മെല്ല്, ഉമ്മാന്റെ ഒരു ഫേസ് ഒക്കെ വരും. ഓരോ ആളുകൾ കാണുന്നത് അവരുടെ ഇമോഷൻസിനനുസരിച്ച് ഇതേപോലെ. അപ്പൊ കറക്റ്റ് ആണ്. ക്യാപിറ്റൽ ഹോട്ടൽ അല്ലെങ്കിൽ പാരഗൺ ഹോട്ടൽ, അവിടുത്തെ പ്ലേറ്റ്, അതിന്റെ കളറ്, അതിന്റെ നിറം, ബിരിയാണിയുടെ ടേസ്റ്റ് സൂക്ഷ്മമാണ്, അതിസൂക്ഷ്മമാണ്. സ്തൂപം എന്നൊക്കെ പറയും. സൂക്ഷ്മം, അതിസൂക്ഷ്മ സ്തൂപം കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റി. ഒരു ക്ലാരിറ്റിയുടെ ഒരു കുറവുണ്ടായില്ല. എന്നതുപോലെ നിങ്ങൾക്ക് അത് അത്രയും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അത്രയും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇമോഷൻസ് കിട്ടണം. അത്രയും കറക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ അതിങ്ങനെ വിശ്വസിക്കും. അപ്പൊ നിങ്ങൾ മടിയനാവും, നിങ്ങൾ അറിയാതെ അതിലേക്കുള്ള ആക്ഷൻസ് എടുക്കും. അപ്പോഴാണ് സംഭവിക്കുക. അതിന്റെ കൂടെ തന്നെ നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട സംഭവമാണ് പേഷ്യൻസ്, ക്ഷമ. അത് കിട്ടും. അവിടെ ഒരു സെക്കൻഡ് ഓപ്ഷൻസ് ഇല്ല. കിട്ടുക എന്നുള്ളത് മാത്രമേ അയാൾക്ക് ഓപ്ഷൻസ് ഉള്ളൂ. ആ പെണ്ണിനെ തന്നെ കെട്ടുക. വേറെ ഒരു പെണ്ണും എനിക്ക് ലോകത്തില്ല. എനിക്ക് കല്യാണം വേണം തീരുമാനിച്ച ഒരാളാണ്. ലൈക്ക് ദാറ്റ്. അത് കിട്ടുക. എനിക്ക് ആ ഒരു ഗോള് കിട്ടുക. വേറെ ഒരു ഓപ്ഷൻസ് അയാളുടെ മുമ്പിൽ ഉണ്ടാവരുത്. എത്ര അത് കിട്ടിയില്ലെങ്കിൽ, ഒന്ന് നോക്കി കിട്ടിയില്ല, സെക്കൻഡ് നോക്കി കിട്ടിയില്ല, തേർഡ് നോക്കി കിട്ടിയില്ല, അതൊന്നും അയാൾക്ക് വിഷയം. അത് കിട്ടിയേ പറ്റുള്ളൂ. അത്രയും നിങ്ങൾ ആഗ്രഹങ്ങൾ തീവ്രം, അത്രയും നിങ്ങൾക്ക് അതിസൂക്ഷ്മം, അത്രയും അതാവുമ്പോഴാണ് യു വിൽ ഗെറ്റ് ദാറ്റ്. അപ്പൊ വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്. അയാളോട് ചോദിക്കുകയാണ്, അഥവാ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിലോ? ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ അത് ചെയ്യും. അവിടെ പോയി അത് കിട്ടാതെ ഇങ്ങനെ നിൽക്കുക. എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ എന്റെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരു വാല്യൂ ഇല്ലാതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യും. അത് കിട്ടിയേ എനിക്ക് പറ്റുള്ളൂ. അതിന് പകരം കോംപ്രമൈസിന് ഇയാൾ തയ്യാറാവില്ല. അത്രയും ബേണിംഗ് ഡിസയർ ആയിരിക്കണം, അത്രയും ഇമോഷൻസ് ഉണ്ടായിരിക്കണം, അത്രയും ഫീലിങ്സ് ഉണ്ടായിരിക്കണം. അതല്ലാതെ ഒരു ഓപ്ഷൻസ് ഇല്ല. എനിക്കത് കിട്ടിയേ പറ്റൂ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന അത്രയും തീവ്രത ഉണ്ടാവുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് കിട്ടുക. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. സലീംകുമാർ പറഞ്ഞാൽ ബിരിയാണി കൊടുക്കണ്ട, പോയോ. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, പോയി നോക്കല്ലേ. കിട്ടിയില്ലെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല. ക്ലിയർ ആയോ? അത്രയും ആഗ്രഹ തീവ്രമാണെങ്കിൽ, അത്രയും നിങ്ങൾക്ക് അത് ബേണിംഗ് ഡിസയർ ആണെങ്കിൽ, അത്രയും നിങ്ങൾ ഇമോഷൻസ് ഉണ്ടെങ്കിൽ, അത്രയും നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ തയ്യാറാണെങ്കിൽ, അത് കിട്ടാത്തതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനേ പറ്റൂല. അത് കിട്ടിയില്ലെങ്കിലോ, അത് കിട്ടിയില്ലെങ്കിൽ നടക്കൂല. അങ്ങനെയാണെങ്കിലുള്ള സാധനമാണ് നിങ്ങൾക്കത് കിട്ടുക. ക്ലിയർ ആണോ? സോ ഡൗട്ട്സ്, എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കൊന്നും മനസ്സിലായില്ലേ? അതാകെ കിളി പോയോ? മനസ്സാർ കിളി പോയോ? കിളി പാറിയോ? അതോടുണ്ടോ? വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. ഉഷാറായി. നല്ല എക്സാമ്പിളോട് കൂടിയിട്ട് പ്രസന്റ് ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ സാറിന്റെ എക്സാമ്പിൾ PSC എക്സാമിന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം PSC എഴുതിയ പോലെ തോന്നുമ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻസ് വന്നിട്ട് നമ്മൾ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് എത്തും ചെയ്യും. അതുപോലെ ഫീലിങ്സോട് കൂടിയിട്ട്, ആക്ഷനോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. വിചാരിച്ച സ്ഥലത്ത് നമ്മളെ എന്താ പറയാ, നമ്മളെ എയിം, നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പ്രത്യേകം പറഞ്ഞത്. ഏതായാലും ഈ ലോ ഓഫ് അട്രാക്ഷൻ കുറച്ചും കൂടി ക്ലാരിറ്റി സാർ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അതിന് വളരെയധികം നന്ദി പറയാണ് സാർ. പ്രത്യേകിച്ച് ബിരിയാണിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ പാരഗൺ ഹോട്ടലിൽ മട്ടൻ ബിരിയാണി നമ്മൾ 3-4 ഫ്രണ്ട്സിന്റെ കൂടെ കഴിക്കുന്നതായിട്ടാണ് തോന്നിയത്. അപ്പൊ ആ ക്ലാരിറ്റി അങ്ങോട്ട് വരുന്നുണ്ട്. ഓരോ വിഷയത്തിലും അങ്ങനെ വരുമ്പോൾ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് നമ്മളിലേക്ക് എത്തുന്നത്. അതിന് വേണ്ട ആക്ഷൻസ് എടുക്കുമ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. അതുപോലെ ഫീലിങ്ങും വിശ്വാസവും ഒക്കെ ഘടകമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണം. ഏതായാലും വളരെ ഭംഗിയായ ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. സാറേ, ഞാനൊരു കാര്യം പറയുന്നു. താങ്ക് യു സർ, താങ്ക് യു. ഷമീറ എന്ന് പറഞ്ഞ ആള് പിന്നെ എന്താണ് എന്തോ ക്ലിക്ക്. ആരോ പറഞ്ഞു. ആരാണ്? സംസാരിച്ചോളൂ. ഞാനാണ് സാറേ. വിൻസെന്റ് സാറാണോ? അതെ, വിൻസെന്റ് സാർ സംസാരിച്ചോളൂ. സാറിപ്പോ പറഞ്ഞ പോലെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ? സെറ്റ് ആയില്ലേ? എന്തോ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയില്ലേ? എല്ലാ കാര്യങ്ങളും ഇപ്പൊ മണിസാറ് പറഞ്ഞ പോലെ തന്നെ സാറിന്റെ എക്സാമ്പിൾ, PSC എക്സാമിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, മാനിഫെസ്റ്റ് നമ്മൾ ചെയ്യണോ
നമ്മളൊരു ജോലി കിട്ടിയ ജോലി ജയിക്കുന്നത് പോലെ നമ്മളത് മനസ്സിൽ കാണണം. നമ്മളത് കണ്ടിട്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നത്. പക്ഷെ എനിക്കത് ഒരു കാര്യം കൂടെ അതിൽ ചേർത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണ നമ്മുടെ എൻഡ് റിസൾട്ടാണ് നമ്മൾ സാധാരണ ഓക്കെ വിഷ്വലൈസ് ചെയ്യാറുള്ളത്. നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ കിടക്കുന്ന ഓക്കെ സ്റ്റെപ്പ് കൂടെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ PSC എക്സാം എഴുതാണ്. അപ്പൊ ഞാൻ കാലത്ത് എണീക്കണു, ഞാൻ ബുക്ക് എടുക്കണു, പഠിക്കുന്നു, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ആ കാര്യങ്ങൾ കൂടെ ഞാൻ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് എഫക്റ്റീവ് ആവില്ല സാറേ. നമ്മൾ എൻഡ് റിസൾട്ട് എനിക്ക് ജോലി കിട്ടിയതായിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത്. നമുക്ക് ആക്ഷൻസ് എടുക്കാൻ കേൾക്കുന്നുണ്ടോ? ഹലോ, കറക്റ്റ് ആണ്, പറഞ്ഞോളൂ. എൻഡ് റിസൾട്ടാണ് നമ്മൾ സാധാരണ വിഷ്വലൈസ് ചെയ്യുന്നത്. കേൾക്കുന്നുണ്ട്. എനിക്ക് എന്താവണം, എനിക്ക് എന്ത് കിട്ടണം എന്നുള്ള കാര്യം നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ അതിൽ കിടക്കുന്ന സ്റ്റെപ്സ് കൂടെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ കൂടുതൽ എഫക്റ്റീവ് ആവില്ല എനിക്ക് തോന്നുന്നതാണ്. എനിക്ക് നല്ലൊരു ശരീരം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാലത്ത് എനിക്ക് എക്സസൈസ് ചെയ്യണം. പറയാറുണ്ട്. കാലത്ത് എനിക്ക് എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എക്സസൈസ് ചെയ്യണമെന്ന് വിചാരിച്ച ആക്ഷൻ എടുക്കുന്നുണ്ട്. ബട്ട് ഐ ഷുഡ് വിഷ്വലൈസ് ഞാൻ എങ്ങനെ എക്സസൈസ് ചെയ്യണേ, എന്ത് എക്സസൈസ് ചെയ്യണേ, ഏത് എക്സസൈസ് ചെയ്താലും എന്റെ ശരീരത്തിന് കൂടുതൽ അത് ഇപ്പൊ ഫലപ്രദമാവുക. അങ്ങനെയുള്ള ഒരു വിഷ്വലൈസേഷൻ ചെയ്യണമെങ്കിൽ ഓരോ സ്റ്റെപ്പും ഞാൻ വിഷ്വലൈസ് ചെയ്ത് പോകണമെങ്കിൽ ഇറ്റ് വിൽ ബി മോർ എഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നുന്നു. ആ സ്റ്റെപ്സ് വിഷ്വലൈസ് ചെയ്യുക, ആക്ഷൻസ്. താങ്ക് യു സർ. കറക്റ്റ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. വിൻസെന്റ് സാറ് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മളെ മറ്റു ക്ലാസ്സുകളൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. ഒന്ന് നമ്മൾ പറയും ഗോൾ എന്ന് പറയും. ആ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ഷൻസ് ആണ്. ആക്ഷൻസ് PSC എക്സാം അല്ലെങ്കിൽ എനിക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടണം, എന്നിട്ട് എനിക്ക് വേറെ ആളുടെ ഗോളാണ് എന്റെ ബിസിനസ്. ഏറ്റവും രീതിയിൽ ഗോൾ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എന്താണ് വേണ്ട റിസൾട്ടിലാണ്. അതിന്റെ വേറൊരു സ്റ്റെപ്പ് ഉണ്ട്, സിസ്റ്റം എന്ന് പറയും. ഇറ്റ്സ് കോൾഡ് സിസ്റ്റം. ആ സിസ്റ്റം എന്ന് പറയുന്നതാണ് അതിലേക്ക് എത്താൻ എന്താണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇവിടുന്ന് ഒരാൾക്ക് എന്ത് ചെയ്യണം, കോഴിക്കോട്ടേക്ക് പോകണം എന്നാണ് ഗോൾ. സ്റ്റെപ്പ് എന്താണ്, അയാൾ എങ്ങനെ പോകണം, എപ്പോ പോകണം, ഏത് പോകണം. അപ്പൊ അതുകൂടെ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. പിന്നെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. സാഹചര്യ സൂചനകൾ ഉണ്ടാക്കി വെക്കുക. PSC എക്സാമിനേഷന് പഠിക്കുന്ന ഒരാളാണ്, കാറ്റഗറിക്ക് മടി വരുന്നുണ്ടെങ്കിൽ ആ ജോലി കിട്ടിയതായിട്ടുള്ള ഒരു ഇരിക്കുന്നതോ അല്ലെങ്കിൽ ആ യൂണിഫോം ഒക്കെ ധരിച്ചിട്ടുള്ളതായിട്ട് ഫോട്ടോസ് നമ്മളങ്ങനെ കാണുന്ന സ്ഥലത്ത് കുട്ടിച്ചു വെക്കുക. അപ്പൊ അത് നമ്മളെ മോട്ടിവേറ്റ്. അതുകൊണ്ട് നമ്മൾ വിഷൻ ബോർഡ് ഒക്കെ പറയുന്നത്. രണ്ട്, നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്യേണ്ട പുസ്തകങ്ങൾ നമ്മൾ പല സ്ഥലത്തും വെക്കുക. ഓക്കെ, നമ്മൾ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ അവിടെ പുസ്തകം, നമുക്ക് ഡൈനിങ് ഹാളിൽ പോയി കഴിഞ്ഞാൽ ബെഡ്റൂമിൽ പോയി കഴിഞ്ഞാൽ ബെഡ്റൂമിൽ പുസ്തകം കാണാൻ സാധിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ആക്ഷൻസ് എടുക്കാനായിട്ട് പ്രചോദിപ്പിക്കും. ഈ ആക്ഷൻസ് എടുക്കണമെങ്കിൽ നമുക്കൊരു സൂചന വേണം. സൂചന ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ തൊട്ടപ്പുറത്ത് TV ഉണ്ട്. എന്റെ തൊട്ടടുത്തുള്ള റിമോട്ട് ഉണ്ടെങ്കിൽ എനിക്കിത് എടുത്തിട്ട് ഈ TV ഓൺ ആക്കാനുള്ള ടെൻഡൻസി കൂടും. ഓക്കെ, അത്യാവശ്യം എന്റെ ആവശ്യം ഞാൻ അലമാരയിട്ട് കൂട്ടി വെക്കും. ഓക്കെ, പിന്നെയും ആവശ്യത്തിന് ഞാൻ ആ ടീച്ചർ ഉണ്ടെങ്കിൽ ആക്ഷൻ ആയിട്ട് എന്താണ് നമുക്ക് അത് ഡിഫിക്കൽട്ട് ആക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ, സർ ഒന്നും കേൾക്കുന്നില്ല സർ. കണക്ഷൻ പോയിരിക്കുകയാണ്. എനിക്ക് നെറ്റിന് ഇഷ്യൂ ഉണ്ട്. ആക്ഷൻസ് എടുക്കാൻ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞത്. വേറെ എന്തെങ്കിലും ഡൗട്ട്സുകൾ?
ആ ഹലോ ഹലോ സാർ. ഹലോ. ആ ആ ആ സാറേ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന അതിതീവ്രമായ എൻ്റെ ആഗ്രഹം അത്. ഞാൻ എന്നിട്ട് നിലവിലെ ജോലിയിൽ നിന്നുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് കംപ്ലീറ്റ് പിന്നെ അവിടുന്ന് പോലും എനിക്ക് ഒരു ഗവൺമെന്റ് ജോലി ഇത് മാത്രമേ ഇതൊക്കെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്നിട്ട് അവിടുന്ന് ജോലി ഇപ്പൊ വിട്ടിട്ട് ഫുൾ ടൈം PSC പഠിക്കാനുള്ള ഇതിലേക്ക് വന്നിട്ടുള്ളത്. തൽക്കാലം 3 മാസത്തെ ലീവ് കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് 3 മാസത്തെ ലീവ് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പ്ലാൻ ചെയ്തില്ല. എനിക്ക് കിട്ടിയ ഞാൻ അടുത്തൊരു നല്ലൊരു പ്രഗതി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവിടെ ഭയങ്കര കോച്ചിങ് സെന്റർ ആണ്. അപ്പൊ ഞാൻ അവിടെ പോയി കഴിഞ്ഞാല് 100% ജോലി കിട്ടും ഉറപ്പായിട്ട്. അങ്ങനത്തെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയും അതൊക്കെയാണ്. ഞാൻ ഒരുപാട് അൺ അക്കാദമി അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ സ്ഥൈര്യം, മൺസൂറി സാറ് ഇതൊക്കെ എൻട്രി എല്ലാ ആപ്പും എനിക്കുണ്ട്. ഇനിയിപ്പോ ഞാൻ പ്രഗതിയിലേക്ക് പോകാനുള്ള ഒരു പ്ലാൻ കൂടി ഉണ്ട്. അപ്പൊ ഞാനാണ് ഇന്നലെ പറഞ്ഞ അമ്മക്കൊന്നും ഇതിന് താല്പര്യം ഉണ്ടാവും. ഞാൻ എന്നിട്ട് അമ്മയൊക്കെ കൺവിൻസ് ചെയ്ത് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അമ്മയൊക്കെ ഓക്കെ പറഞ്ഞ് ഇനിയിപ്പോ അതിലേക്ക് ആക്ഷൻ. എന്റെ ഇമോഷനും അതാണ് സാർ പറഞ്ഞ പോലെ, ഇമോഷനും ആക്ഷനും എല്ലാം അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ആക്ഷൻ കൂടി നല്ല രീതിയിൽ എടുത്തിട്ട് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗവൺമെന്റ് ജോലി ഇതൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ അത് ഞാൻ അതിലേക്ക് പോകുന്ന സ്റ്റെപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ താങ്ക് യു. ഈ ക്ലാസ് ഇതിനെ കുറിച്ച് ആകുമ്പോൾ എനിക്കത് നല്ലൊരു കിട്ടി. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് സർ. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. വേറെ ആരോ ഒരാള് ചാറ്റ് ബോക്സിൽ ഡൗട്ട്സിന്റെ ക്ലിയർ ആയില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതാൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചോദിക്കാം, ഉണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. സാർ, അത് ഞാനായിരുന്നു സമീറ. അത് ക്ലിയർ ആയില്ല. അല്ല, ആ സമയത്ത് സാറിന്റെ സംസാരം ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ റേഞ്ച് പോയിട്ടേ അത് പറഞ്ഞതാ ആ സമയത്ത്. പിന്നെ ഇപ്പോ സാറ് നേരത്തെ ഇപ്പൊ ഒരാൾ സംസാരിച്ചല്ലോ PSCയുടെ കാര്യം. അത് എനിക്ക് ഇപ്പൊ സാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു 13 വർഷം മുമ്പത്തേക്ക് എൻ്റെ ഒരു ഓർമ്മ പോകുന്നത്. ഞാൻ PSCക്ക് പഠിക്കുന്ന സമയത്ത് ഈ ലോ ഓഫ് അട്രാക്ഷൻ അറിഞ്ഞിട്ടൊന്നും അല്ല. പക്ഷെ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നതും ഞാൻ അതുപോലെ ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇവരെ കൂടെ കാറിൽ പോയി ജോയിൻ ചെയ്യുന്നതും ഒക്കെ ഞാൻ പഠനത്തിന്റെ ഇടയിൽ എനിക്കിങ്ങനെ ഞാൻ ഇങ്ങനെ കാണുമായിരുന്നു. അതെനിക്കൊരു ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ കാണുന്നത്. അപ്പൊ ഇങ്ങനെ പഠിക്കുന്നതിന്റെ ഇടയിൽ ഉറക്കമൊക്കെ തൂങ്ങി അല്ലെങ്കിൽ ഇടക്ക് ഒരു റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു എനിക്ക് ഓർഡർ വരുന്നതും ഞാൻ ആ ലിസ്റ്റിൽ ഇങ്ങനെ എത്രാമത് കാണുന്നതൊക്കെ അത് ഈ നിയമം അറിഞ്ഞിട്ടല്ല. അത് നമ്മളൊരു ആഗ്രഹം കൊണ്ട് അറിയാതെ ഉള്ളിന്ന് വരുന്നതായിരുന്നു. അത്രയും ആഗ്രഹം ഉണ്ടായിട്ട് നമ്മൾ ഉള്ളിന്ന് ഇങ്ങനെ അതിപ്പോ സാർ ആ എക്സാമ്പിൾ PSC പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് വന്നതാണ്. ആ പരീക്ഷയിൽ തന്നെയാണ് ഞാൻ ജോലിയിൽ കയറിയിട്ടുള്ളതും. അപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ ഗവൺമെന്റ് ജോലിയിലാണ് ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോ അതെനിക്ക് കിട്ടൽ നിർബന്ധമായിരുന്നു. കാരണം ഇല്ലെങ്കിൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഇതെനിക്ക് കിട്ടിയേ പറ്റൂ. ഞാൻ അന്ന് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ആ ഒരു HSA പരീക്ഷ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പഠിക്കാതെ പോയി എഴുതേണ്ടി വന്നു. പിന്നെ എനിക്ക് ഹയർ സെക്കൻഡറി ഇനി ഓപ്ഷൻ ഉള്ളു. ഇനി വേറെ ഒരു നിവൃത്തിയില്ല. അപ്പൊ പിന്നെ ഒരു 2.5 മാസമാണ് ഹാർഡ് വർക്ക്. അതിന്റെ കൂടെ ഈ പോസിറ്റീവായിട്ട് വല്ലാണ്ട് ഓരോ നിമിഷം ഞാൻ ഇങ്ങനെ പോകുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് കാണാം. ഞാൻ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്കൂളുകൾ അതിനെപ്പറ്റിയൊക്കെ നല്ല ബോധം ഉണ്ടല്ലോ. അപ്പൊ അവിടെ ചെല്ലുന്നത് അതേ സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് പോകുന്ന സ്കൂളിൽ തന്നെ ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ തന്നെ ഞാൻ പോയി ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പൊ തൊട്ട് മുമ്പ് ആരാ പേര് ഞാൻ നോക്കിയില്ല. സാറിനോട് പറയാണ് അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവത്തിൽ അവിടെ തന്നെ കേറിയിരിക്കും. അതിന് ഒരുപാട് താമസമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. വല്ലാത്തൊരു ഇത് ഉള്ളിന്ന് വന്നു കഴിഞ്ഞാലേ പിന്നെ അത് മറികടക്കാൻ കഴിയില്ല. അതൊരു അനുഭവമാണ്. താങ്ക് യു ഷമീറ. ഇൻസ്പയറിംഗ് വേർഡ്സ്. കാരണം എന്താ വെച്ചാല് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആഗ്രഹം വേറെ ഓപ്ഷൻസ് ഉണ്ടാവരുത്. അതല്ലാത്തൊരു ഓപ്ഷൻസ് ഉണ്ടാവരുത്. അവിടെ ഓപ്ഷൻസ് നിങ്ങൾ ഇതല്ലെങ്കിൽ അതിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അതവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, എപ്പോഴും നമ്മൾ ഒരു വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഹോൾ ലൈഫ് വിഷ്വലൈസ് ചെയ്യാനും കൂടെ ശ്രമിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരാൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും വിഷ്വലൈസ് ചെയ്യുന്നത്. ജോലി കിട്ടും, ഓക്കെ, അവിടുന്ന് അങ്ങോട്ടുള്ള ലൈഫും കൂടെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്യുക. ജോലി കിട്ടി, എൻ്റെ കല്യാണം കഴിയുന്നത്, മക്കളോടൊപ്പം താമസിക്കുന്നത്, ഒരുപാട് കാലം ജീവിക്കുന്നത്, പേരമക്കൾ ഉണ്ടാവുന്നത്, ആയുസ് ഉണ്ടാവുന്നത്, എത്ര നിങ്ങൾക്ക്
ക്രിസ്റ്റൽ ക്ലിയർ കാണാൻ സാധിക്കുമോ അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ക്ലിയർ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഓൾ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഹാവ് എ നൈസ് ഡേ. മൺഡേ ആണ്. നിങ്ങളുടെ ഒരു വീക്കിലേക്കുള്ള കാര്യങ്ങളൊക്കെ വളരെ എനർജറ്റിക് ആയിട്ട് ആക്റ്റീവായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്തു തുടങ്ങാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഓൾ. താങ്ക് യു. Thank you, sir. Thank you. Thank you all. Thank you all.